നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. 3-നെതിരെ 4 ഗോളുകൾക്ക് ചെൽസിയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയത്. ഒരു ഘട്ടത്തിൽ യുണൈറ്റഡ് വിജയം ഉറപ്പിച്ചിരുന്നു. പക്ഷെ മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തിൽ 2 ഗോളുകൾ നേടിക്കൊണ്ട് ചെൽസി വിജയം പിടിച്ചെടുക്കുകയായിരുന്നു. ചെൽസിക്ക് വേണ്ടി സൂപ്പർ താരം കോൾ പാൽമർ ഹാട്രിക് നേടിയപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി അർജന്റീൻ സൂപ്പർ താരമായ അലജാൻഡ്രോ ഗർനാച്ചോ ഇരട്ട ഗോളുകൾ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മത്സരത്തിൽ യുണൈറ്റഡിന്റെ ഡിഫൻസും അതുപോലെ തന്നെ ഗോൾ കീപ്പറും ഒക്കെ ചില പിഴവുകൾ വരുത്തി വെച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള വ്യക്തിഗത പിഴവുകൾക്കെതിരെ വിമർശനവുമായി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരിശീലകൻ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതൊന്നും ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാത്തതാണ് എന്നാണ് ടെൻ ഹാഗ് പറഞ്ഞിട്ടുള്ളത്. മത്സരശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: മത്സരത്തിൽ ഞങ്ങൾ തന്നെയാണ് ആധിപത്യം പുലർത്തിയത്, പക്ഷേ വ്യക്തിഗത പിഴവുകൾക്ക് ഞങ്ങൾ വലിയ വില നൽകേണ്ടി വന്നു. ഞങ്ങൾ ഇതിൽ നിന്നെല്ലാം പഠിക്കണം. നിങ്ങൾ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരമാണെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നിർബന്ധമായും അറിഞ്ഞിരിക്കണം. 5 ദിവസത്തിനിടെ 5 പോയിന്റുകളാണ് ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തത്. ഇത് ഒരിക്കലും അംഗീകരിക്കാനാവാത്തതാണ്. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ പോരാടണമെങ്കിൽ ഞങ്ങൾ ഹൈ ലെവലിലേക്ക് മാറണം. നിലവിൽ ഞങ്ങൾ നല്ല ഒരു പൊസിഷനിൽ അല്ല ഉള്ളത്. മാറ്റം അനിവാര്യമാണ്. ഇതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പോയിന്റ് പട്ടികയിൽ നിലവിൽ 6ാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ ഉള്ളത്. 4ാം സ്ഥാനക്കാരായ ആസ്റ്റൺ വില്ല യുണൈറ്റഡിനേക്കാൾ 11 പോയിന്റ് മുന്നിലാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് യോഗ്യത കരസ്ഥമാക്കണമെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വല്ലാതെ കഷ്ടപ്പെടേണ്ടി വരും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.